പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പൗലോസ് അപ്പോസ്തലന്റെ പ്രസന്റ് ലൈഫ്, അതായത് ജയിൽവാസ ജീവിതം, ആ ഫിലിപ്പിയർ 1:7 ഇതുണ്ട്. ഫിലിപ്പിയർ 1:7, ഫിലിപ്പിയർ 1-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യം എന്താ? നിങ്ങളെ എൻ്റെ ഹൃദയത്തിൽ സംവഹിക്കുന്നത് കൊണ്ട് നിങ്ങളെല്ലാവരെയും കുറിച്ച് ഞാൻ അപ്രകാരം വിചാരിക്കുന്നത് യുക്തമാണ്. കാരണം നിങ്ങളെല്ലാവരും കൃപയിൽ എൻ്റെ പങ്കുകാരാണ്. പ്രൈസ് ദി ലോർഡ്. അതുപോലെ തന്നെ എൻ്റെ ബന്ധനത്തിലും സുവിശേഷ സംരക്ഷണത്തിലും സ്ഥിരീകരണത്തിലും. അപ്പം നമ്മളെന്താ ചെയ്യേണ്ടത്? നമ്മളിതെല്ലാം ക്രിസ്തുവിൻ്റെ നാമത്തിലേക്ക്, സഹനം വന്നു കഴിഞ്ഞാൽ ഉടനെ എന്താ ചെയ്യേണ്ടത്? അതുടനെ ഈശോയുടെ അക്കൗണ്ടിലേക്ക് ക്യാരി ചെയ്യണം. വെരി സിമ്പിൾ. ക്രിസ്ത്യാനിക്ക് മാത്രമേ അത് വരത്തുള്ളൂ, വേറെ ആർക്കും വരുന്നില്ല. കാര്യം എന്താണ്? സഹനത്തെ കൃപയാക്കി മാറ്റിയത് ആരാണ്? ഈശോ മാത്രമാണ്. അപ്പം കൃപയുടെ ഹാർവസ്റ്റിംഗ് ടൈമാണ്. എന്ത് ക്ലേശം, കൊറോണ ആയിക്കൊള്ളട്ടെ, ഇനി സാധാരണ ക്ഷീണമായിക്കൊള്ളട്ടെ, എന്നെ ക്ലേശമായാലും ആ ക്ലേശമെല്ലാം, ക്ലേശം വഹിക്കുന്ന, ഇപ്പോൾ അധ്വാനിക്കുന്ന, ഈശോ പറഞ്ഞ വാക്കെന്താണ്? ഇപ്പോൾ 11:6 നമ്മൾ വായിക്കണില്ലേ? 11:28 മത്തായിയുടെ സുവിശേഷം, അധ്വാനിക്കുന്നവരെ, ഭാരം വഹിക്കുന്നവരെ, ക്ലേശിക്കുന്നവരെ എൻ്റെ അടുക്കൽ വരിക. ഇപ്പം ക്ലേശം ഉണ്ടായാൽ നമ്മൾ ഉടനെ നമ്മളെന്ത് കോൾഫോർ ചെയ്യുകയാണ്? നമുക്ക് ക്ലേശം ഉണ്ടായാൽ അപ്പം തന്നെ ഈശോ, ദേ ബാ തോമസ്, ബാ ലുസി, ബാ എന്ന് പറഞ്ഞ് ഈശോ വിളിക്കും. ക്ലേശം ഉണ്ടായാൽ മതി, നമ്മുടെ കൈ കുരിച്ചിരിക്കണ കണ്ടാൽ മതി. നമ്മുടെ കൈ കുരിച്ചിരിക്കണ കണ്ടാൽ അപ്പം ഈശോ വിളിക്കും, ഇങ്ങോട്ട് വാ. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത്? കുരിശിരിക്കണ കൊണ്ടാണ് നമ്മൾ വിളിക്കണതേ. കുരിശൊരു ദൈവവിളിയാണ്. അധ്വാനിക്കുന്നവരെ, ഭാരം വഹിക്കുന്നവരെ, ക്ലേശം അനുഭവിക്കുന്നവരെ എൻ്റെ അടുക്കൽ വരിക. അപ്പം നമ്മുടെ കയ്യിൽ ഒരു കുരിശിരിക്കണ കണ്ട, ഇപ്പം നീ ഇപ്പോൾ കിടപ്പിലായ നിൻ്റെ അമ്മയെ പരിചരിക്കുകയാണ്, നിൻ്റെ കയ്യിലൊരു കുരിശിരിക്കുകയാണ്. ഇനി നീ അയൽവാസി ആശുപത്രിയിലായപ്പോൾ ചിലപ്പോൾ അവരുടെ വീടിൻ്റെ താക്കോൽ നിന്നെ ഏൽപ്പിച്ചിട്ട് പോകും. അപ്പം നമ്മളുടെ വീട്ടിലുള്ള പോലെ അവിടെ പശുവൊക്കെ ഉണ്ടെങ്കിൽ അതിനെ മാറ്റിക്കെട്ടുകയോ എന്തെങ്കിലും പണിയൊക്കെ ഉണ്ടാകും. നമ്മളുടെ ബന്ധു സ്നേഹം കൊണ്ട് ഏൽപ്പിച്ചതാണ്, നമുക്ക് ഇരട്ടിപ്പണിയായിപ്പോയി. പക്ഷെ നമ്മൾ അവരോടുള്ള സ്നേഹത്തിലാണ് അത് ചെയ്യണമെങ്കിൽ അതിനകത്ത് കൃപ കിട്ടത്തില്ല. ഈ ഡബിൾ ക്ലേശം വരുമ്പോൾ നമ്മളെന്ത് ചെയ്യും? അത് ക്രിസ്തുവിൻ്റെ കുരിശ് കാണുമ്പോൾ ഈശോ വിളിക്കും. പക്ഷേ ഈശോ നമ്മൾ വിളിക്കുമ്പോൾ നമ്മളെ ഈശോ വിളിക്കാനുള്ള ഒരു യോഗ്യതയാണ് ഈ കുരിശെന്ന് പറയുന്നത്. അടുത്തേക്ക് വിളിക്കും. വിളിച്ചിട്ട് വിളിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഇതാണ്, ഈ കുരിശ് യേശുവിൻ്റെ നാമത്തിലാണെന്ന് യേശുവിന് അറിയണം. മറ്റുള്ളവരുടെ മുമ്പിൽ നല്ല ആളാകാനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും, ഇപ്പോൾ പലരില്ലേ, ഇപ്പോൾ പഞ്ചായത്ത് ഇലക്ഷനൊക്കെ വരണ കാരണം നാട്ടിൻപുറത്ത് ഭയങ്കര സുനാമി ശുശ്രൂഷകളൊക്കെ നടക്കുന്നത്. കാര്യം എന്താണ്? എങ്ങനെയെങ്കിലും ഒരു ചിലർക്ക്, എല്ലാവർക്കും അല്ല, ചിലർക്കെങ്കിലും അടുത്ത ഇലക്ഷൻ മത്സരിക്കാൻ പറ്റിയ ഒരു സീറ്റ് കിട്ടാൻ ജനങ്ങളുടെ ഇടയിൽ ഇറങ്ങി പ്രവർത്തിക്കുക. അപ്പോൾ ആൾക്കാർ ചിലരെ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി ചില രാഷ്ട്രീയ പാർട്ടി ചില ആൾക്കാർ ഇറങ്ങിയിട്ടുമുണ്ട്, ജനങ്ങളുടെ ഇടയിൽ ഒരു സ്വാധീനം കിട്ടാൻ വേണ്ടി. അപ്പം അതൊന്നും യേശുവിൻ്റെ കുരിശല്ല. അത് അവരുടെ ആ കസേരക്ക് വേണ്ടി അവർ ചെയ്യുന്ന അത് തെറ്റാണെന്നൊന്നുമല്ല. മനുഷ്യന്മാർക്ക് ഇവിടെ രാഷ്ട്രീയവും അതുപോലെ തന്നെ മിനിസ്റ്റീരിയലായിട്ടുള്ള ഇതുപോലെയുള്ള സർവീസ് എല്ലാം ഉള്ളതാണ്. അങ്ങനെ നമ്മുടെ സമൂഹം പുരോഗമിച്ച് വരുന്നത്. സമൂഹത്തിൻ്റെ സന്ധിപ്പിന് എല്ലാം ഇത് ആവശ്യമാണ്. പക്ഷേ ഒരു വിശ്വാസം സംബന്ധിച്ചിടത്തോളം അതുമാത്രം പോരാ. പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണ്. എന്ത് മനോഹരമായിട്ടാണ് സംസാരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് എന്ത് ക്ലേശം വന്നാലും സ്വർഗീയ പൗരത്വത്തിൻ്റെ കാര്യക്ഷമതയും അഭിവൃദ്ധിയും വിശ്വാസം ഉറപ്പിച്ചെടുക്കും. അതിന് ദൈവം തരുന്ന ഒരു അവസരമായിട്ടാണ്
അവൻ കുരിശിനെ കാണുന്നത്. പ്രാർത്ഥിക്കുക, കർത്താവായ ദൈവമേ, എനിക്ക് എന്ത് ക്ലേശം വന്നാലും ഞാൻ ആരെ പ്രതി ക്ലേശം അനുഭവിച്ചാലും അത് യേശുവിന്റെ നാമത്തിലെ സന്തോഷത്തോടെ ഏറ്റെടുക്കുവാൻ ആവശ്യമായ കൃപയാൽ എന്നെ നിറക്കണമേ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. കൃപയാലേ കൃപയാലേ കൃപയാലനുദിനവും കൃപയാലേ കൃപയാലേ കൃപയാലനുദിനവും ബലഹീനതയിൽ ബലമേകി ബലവാനായോ നടന്നിടുന്നു. ബലഹീനതയിൽ ബലമേകി ബലവാനായോ നടന്നിടുന്നു. കൃപയാലേ കൃപയാലേ കൃപയാലനുദിനവും കൃപയാലേ കൃപയാലേ കൃപയാലനുദിനവും കൃപയാലനുദിനവും. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അച്ഛൻ പറഞ്ഞ വചനം ഉടനെ അവരത് കാണിച്ചു കണ്ടില്ലേ? വലിയ സന്തോഷം, നന്ദി. ഭൗമികമായത് മാത്രം അവർ ചിന്തിക്കുന്നു. ഫിലിപ്പിയർ 3:20. എന്നാൽ നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണ്. അവിടെ നിന്ന് രക്ഷകനെ, കർത്താവായ യേശുക്രിസ്തുവിനെ നാം കാത്തിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഇതൊരു ബോധമാണ് ശരിക്കും. എല്ലാ ക്ലേശങ്ങളും കാലത്ത് എപ്പോഴും നീ ഓർക്കണം, ദൈവത്തിലെ നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണ്. ഈ കുരിശ് നമ്മളെടുക്കുക. ഞാൻ പറഞ്ഞില്ലേ, അയൽവാസിയുടെ പശു നമ്മളെ താക്കോലേൽപ്പിച്ചിട്ട് പോയതാണ്. അവർ ആശുപത്രിയിലാണ്, പക്ഷേ ആ പശു ഒഴിഞ്ഞ് അതിന് സമയത്ത് കാടി കൊടുക്കണം, അല്ലെങ്കിൽ പുല്ല് കൊടുക്കണം. ഇതൊക്കെ നമുക്ക് എക്സ്ട്രാ ജോലിയാണ്. ചിലപ്പോൾ അത് അഴിഞ്ഞും പോകും, പിന്നെ അതിന് പുറകെ നടക്കണം. തലവേദനയായില്ല, സ്വരകേടായില്ല എന്ന് പറയുമ്പോൾ ഉടനെ ഇതൊരു ബാധ്യതയായില്ല എന്ന് പറയുമ്പോൾ വീട്ടിലുള്ളവർ അതിൻ്റെ പുറകെ നടന്നിട്ട് നമ്മളെ കുറ്റപ്പെടുത്തുമ്പോൾ വല്ലാണ്ടായിപ്പോയില്ല എന്ന് വിചാരിച്ചു കഴിയുമ്പോൾ ഉടനെ ഇതിൻ്റെ കൃപ പോയി. നമ്മൾ മിണ്ടരുത്. ആ സമയത്തൊന്ന് മിണ്ടാതെ പറഞ്ഞ, കർത്താവേ, ഇതെൻ്റെ അയൽവാസിക്ക് വേണ്ടി എന്നതിനേക്കാളുപരി ഞാൻ ചെയ്യണത് നിൻ്റെ നാമത്തിൻ്റെ മഹത്വത്തിനാണ്. ഈ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ വിശ്വാസത്തിൽ വളരണത്. പ്രൈസ് ദി ലോർഡ്. നമുക്ക് വിശ്വാസം വളരണ്ടേ? അതാ റോമൻ 4:20 പറയണത്. റോമൻ 4:20 എന്നാ പറയണത്? ഏറ്റു പറഞ്ഞ്, ദൈവത്തെ മഹത്വപ്പെടുത്തി വിശ്വാസത്തിൽ വളരുവിൻ. കണ്ട, ഇതാണ് സംഭവം. അപ്പം ദൈവത്തെ മഹത്വപ്പെടുത്തി. ഇപ്പം നമ്മൾ അയൽവാസികൾ പശു അഴിഞ്ഞുപോയി നമ്മൾ അപ്പോൾ വീട്ടുകാരൻ നമ്മളെ കുറ്റപ്പെടുത്തും. നിനക്ക് വല്ല കാര്യമുണ്ടോ, തലക്ക് അസുഖമാണെന്നൊക്കെ ചോദിച്ച് അവർ കോലായി ഇളന്തിനെന്ന് നമ്മളെ കുറ്റപ്പെടുത്തുന്നുണ്ട്. ഇതൊക്കെ ഈ കാര്യങ്ങളൊക്കെ അയൽവാസിക്ക് വേണ്ടി ചെയ്യണത് അവർ കാണുന്നുമില്ല. നമ്മൾ ചെയ്യണം. ആർക്ക് വേണ്ടി ചെയ്യണം? ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. കർത്താവ്, നിനക്ക് വേണ്ടിയാണ് ഞാനിത് ചെയ്യണത്. കർത്താവ് പിരിയുമ്പോൾ എന്താ പറഞ്ഞതെന്നറിയാവോ? കർത്താവ് പിരിയുമ്പോഴെന്താ പറഞ്ഞത്? കുറച്ച് സമയം കഴിഞ്ഞാൽ പിന്നെ എന്നെ കാണത്തില്ല എന്നാ പറഞ്ഞത്. എന്നിട്ട് കർത്താവ് ഒരു വാക്ക് പറഞ്ഞ്, കാണാത്ത കാലത്ത് നമ്മളെന്ത് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് പരസ്പരം സ്നേഹമുണ്ടെങ്കിൽ എന്നെ ലോകം അറിയോ. അതാണ് 13:35. കുറച്ച് കഴിഞ്ഞാൽ എന്നെ കാണത്തില്ല, പക്ഷേ നിങ്ങൾക്ക് പരസ്പരം സ്നേഹമുണ്ടെങ്കിൽ ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടെന്നും നിങ്ങളെൻ്റെ ശിഷ്യന്മാരാണെന്നും. യോഹന്നാൻ 13:35. എന്ത് അതിമനോഹരമായ വചനമാണ്. അപ്പോൾ ഇപ്പോൾ കർത്താവിനെ കാണുന്നില്ല, അയൽവാസിനെയും കാണുന്നില്ല. പക്ഷെ നമ്മൾ ഈ ജോലി, ക്ലേശം പിടിച്ച ജോലി ആർക്ക് വേണ്ടി ചെയ്യുന്നു? അയൽവാസിക്ക് വേണ്ടി ചെയ്യുന്നു. ആരുടെ പേരിൽ ചെയ്യുന്നു? ഈശോയുടെ പേരിൽ ചെയ്യുന്നു. അപ്പോൾ എന്ത് സംഭവിക്കുന്നു? നിങ്ങൾക്ക് പരസ്പരം സ്നേഹമുണ്ടെങ്കിൽ
എൻ്റെ ശിഷ്യന്മാരാണെന്ന് ലോകമറിയും. ലോകമറിയുമെന്ന് പറയുമ്പോൾ എൻ്റെ അർത്ഥം എന്താണ്? നമ്മൾ സുവിശേഷത്തിൻ്റെ സാക്ഷികളാകുകയാണ്. അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഇയാൾ താരയിൽ നിൽക്കാൻ ഭാഗ്യം ലഭിച്ചതിന് അമ്മ മാതാവിനും തിരുക്കുമാരനും കോടാനുകൂടി നന്ദി പറയുന്നു. എൻ്റെ പേര് ജോസ്ന, ഇതെൻ്റെ ഹസ്ബൻഡ് തോമസ്, മക്കൾ ജോവാക്കിയും ജോനാഥ്. ഞങ്ങൾ ചങ്ങനാശ്ശേരി മാമൂട് ലൂർദ് മാതാ ഇടവകയിൽ നിന്ന് വരുന്നു. ഞങ്ങൾ 7 വർഷമായിട്ട് ഒമാനിലാണ്. പക്ഷെ അവിടെ ആയിരുന്നെങ്കിൽ ഞാൻ ജോലി ചെയ്യുന്നില്ലായിരുന്നു. അപ്പം ജോലി ചെയ്യാൻ പല അവസരങ്ങളുണ്ടായിട്ടും എനിക്ക് അതിനുള്ള അവസരം കിട്ടുന്നില്ലായിരുന്നു. ഞാൻ ജോലിക്ക് വേണ്ടി ശ്രമിക്കുമ്പോൾ എനിക്ക് ഗ്യാപ്പാണ്, അങ്ങനെ ഫാമിലി വിസ നിൽക്കുകയാണ്, അപ്പം ഇവിടെ ജോലി ചെയ്യാൻ പറ്റത്തില്ല അങ്ങനെ പറഞ്ഞു. അവിടെ നിന്നുള്ള അവസരങ്ങളെല്ലാം എനിക്ക് നഷ്ടമായി. അപ്പം പലതിനും ഞാൻ അപ്ലൈ ചെയ്തു. UK പ്രോസസ്സിന് അപ്ലൈ ചെയ്തു, അതും ക്യാൻസലായി പോവുകയാണ്. പിന്നെ ന്യൂസിലൻഡിന് ചെയ്തു, അതും ക്യാൻസലായി പോവുകയാണ്. അവസാനം ഫിൻലാൻഡിന് ചെയ്തു. ഫിൻലാൻഡിന് ഞാൻ ലാംഗ്വേജ് പഠിച്ചു, പക്ഷേ അതിന് എക്സാം ആയപ്പോഴത്തേനും അത് ഹോൾഡായിപ്പോയി. പിന്നെ ഞാൻ വീണ്ടും ഒരു ലാംഗ്വേജ് പഠിച്ചു. ഈ ഫിൻലാൻഡിൽ തന്നെ വീണ്ടും വേറൊരു ഏജൻസിയെ സമീപിച്ച് ഞാൻ ലാംഗ്വേജ് പഠിച്ചു. അപ്പോൾ അതും ആ പ്രോഗ്രാമും ഹോൾഡാകാൻ പോവുക. അപ്പം ഞാൻ ആകെ തകർന്നു പോയി. ഞാൻ എന്ത് ചെയ്യും? ഇനിയും എനിക്കൊരു ജോലിക്ക് കയറാനൊരു അവസരം കിട്ടുന്നില്ലേ? 7 വർഷമായിട്ട് ഞാൻ ജോലി ചെയ്യാതിരിക്കുകയാണ്. എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ് എനിക്ക് ജോലി കയറുക, ഒരുമിച്ച് ഫാമിലിയായിട്ട് ജോലിയിൽ മുമ്പോട്ട് പോവുക എന്നുള്ളത് എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു. അപ്പോൾ എനിക്കിനി ഇതിന് ജോലിക്ക് പോകാൻ സാധിക്കത്തില്ലെന്ന് ഓർത്ത് ഞാൻ ഒത്തിരിയേറെ വിഷമിച്ചു. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു, അവരിവിടെ വന്ന് സാക്ഷ്യപ്പെടുത്തുകയും ഉടമ്പടി എടുക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അതിൽ നീ പറയുന്ന പോലെ ഒത്തിരി കാര്യങ്ങളൊന്നുമില്ല. എന്നും ബൈബിൾ വായിക്കുകയും കുർബാന കൂടുകയും വീട്ടിൽ സന്ധ്യാപ്രാർത്ഥന മുടക്കാതിരിക്കുകയും പിന്നെ നമ്മളെക്കൊണ്ട് പറ്റുന്ന പോലെ കാരുണ്യപ്രവൃത്തികളും കൃഷി പ്രവർത്തനങ്ങളും ഒക്കെ ചെയ്താൽ മതി, നിന്നെക്കൊണ്ട് സാധിക്കും, നീ ഒരു പ്രാവശ്യം ഒന്ന് ചെയ്ത് നോക്കുമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ആ ഫിനിഷ് ലാംഗ്വേജിൻ്റെ എക്സാമിൻ്റെ ആ സമയമായപ്പോൾ ഞാൻ ലൈറ്റ് എ ക്യാൻഡിൽ പ്രെയർ എടുത്തു. അപ്പം ഞങ്ങളുടെ അവിടെ പള്ളിയിൽ ചെന്നപ്പം ഒരു ചേച്ചി, ഞാൻ പള്ളിയിൽ പോകാറുണ്ടെങ്കിലും ആ ചേച്ചി ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. ആ ചേച്ചി വന്ന് എനിക്കൊരു കാശുരൂപം കൊണ്ടു തന്നു, കൃപാസന മാതാവിൻ്റെ. അപ്പം എൻ്റെ ആദ്യമായിട്ട് അങ്ങനെ ഒരു കാശുരൂപം കിട്ടുന്നത്. അപ്പം ഞാനത് എൻ്റെ കൊന്തയിലിട്ടു. എന്നിട്ട് ഞാൻ ലൈറ്റ് എ ക്യാൻഡിൽ പ്രെയർ എടുത്ത് പ്രാർത്ഥിച്ചു. അതിന് ഫലമായിട്ട് എനിക്ക് നല്ല രീതിയിൽ എനിക്ക് എക്സാം എഴുതാൻ പറ്റി. അത് പാസ്സായി കഴിഞ്ഞപ്പം പക്ഷേ ഞങ്ങൾ ചെയ്യാനിരുന്ന പ്രോഗ്രാം അത് ഇപ്പം നടക്കുന്നില്ല എന്ന് പറഞ്ഞു. അന്നേരം ഞാൻ വീണ്ടും തകർന്നു പോയി. ഞാൻ മാതാവിനോട് ചോദിച്ചു, എന്ത് ചെയ്യും മാതാവേ? അപ്പം ഞാൻ ഈ ഉടമ്പടിയെക്കുറിച്ച് ഞാൻ ലൈറ്റ് എ ക്യാൻഡിൽ എടുത്തെങ്കിലും ഞാൻ ഉടമ്പടിയെക്കുറിച്ച് ഞാൻ അത്രയും ശ്രദ്ധിക്കുന്നില്ല. അപ്പം ഞാനെന്നാൽ ഉടമ്പടി എടുക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ എനിക്കൊന്നും അറിയത്തില്ല കൃപാസനത്തെക്കുറിച്ച്. ഞാനപ്പം അച്ഛൻ്റെ വീഡിയോസ് കാണാൻ തുടങ്ങി, അച്ഛൻ കൊടുത്ത ഇൻ്റർവ്യൂസ് കാണാൻ തുടങ്ങി. അപ്പോൾ ഇൻ്റർവ്യൂ കണ്ട് അച്ഛൻ എന്തൊക്കെയാണ് അതിൽ പറയുന്നത്, എങ്ങനെയാണ് ഉടമ്പടി ഈ കൃപാസനം വന്നേ എന്നെല്ലാം ഞാൻ നന്നായിട്ട് അതിനെക്കുറിച്ച് പഠിച്ചു. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇതെനിക്ക് നടക്കും, മാതാവ് എന്നിൽ ഇടപെടും, എനിക്കിതിൽ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് മനസ്സിലായി. അപ്പം ഞാനങ്ങനെ 2025 ഓഗസ്റ്റ് 1-ാം തീയതി ഞാൻ ഓൺലൈനായിട്ട് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ ഉടമ്പടി എടുത്ത് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി എൻ്റെ ജീവിതത്തിൽ ഒത്തിരിയേറെ മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ടെന്ന്. ഞങ്ങളെന്നും കുരിശ് വരയ്ക്കാറുണ്ടോ എന്ന് ചോദിച്ചാൽ കുരിശ് വരയ്ക്കാറുണ്ട്. പിള്ളേരുമായിട്ടിരുന്ന് കുരിശ് വരയ്ക്കുമ്പം നമുക്ക് ഇവരോട് അടങ്ങിയിരിക്കുക, നന്നായിട്ട് ചെല്ലുക എന്നൊക്കെ പറഞ്ഞാണ് നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റിക്കൊണ്ടിരുന്നത്. നമുക്കൊരു ആത്മാർത്ഥതയോടെ നമുക്ക് ദൈവത്തോട് വിളിച്ചപേക്ഷിച്ച് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല. പക്ഷേ ഈ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കാൻ തുടങ്ങിയ ശേഷം ഞങ്ങൾ മക്കളെയും ഞങ്ങളുടെ കുടുംബ പ്രാർത്ഥനയെ സമർപ്പിച്ച് പ്രാർത്ഥിച്ചതിന് ഫലമായി ഞങ്ങൾക്ക് നല്ല രീതിയിൽ കുടുംബ പ്രാർത്ഥന ജപമാല മുട്ടെ കുത്തി നിന്ന് പ്രാർത്ഥിക്കാൻ പറ്റി. അപ്പം ഞങ്ങൾ നല്ല രീതിയിൽ അത് എല്ലാ ദിവസവും ഒരു ദിവസം പോലും മുടങ്ങാതെ ഞങ്ങൾ കുടുംബ പ്രാർത്ഥന ചെല്ലാൻ സാധിച്ചു. കുഞ്ഞു മക്കൾ പോലും മുട്ടെ കുത്തി നിന്ന് ഞങ്ങളുടെ ഒപ്പം സ്വർഗ്ഗസ്ഥന പിതാവേയും നന്മനിറഞ്ഞവരെയും ചൊല്ലി കൈ വിരിച്ച് പിടിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അതിന് ഫലമായിട്ട് ഞങ്ങൾക്ക് വേറൊരു പ്രോഗ്രാം, ഈ ഫിൻലാൻഡിലേക്കുള്ളതിന് തന്നെ വേറൊരു പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ അതിന് ഞാൻ അപ്ലൈ ചെയ്തു. ഇപ്പോൾ 7 വർഷമായിട്ട് ഞാനൊരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുകയോ ഇങ്ങനെയുള്ളതിനൊന്നും ചെയ്തിട്ടില്ല. ആൾക്കാരുമായിട്ട് ഇങ്ങനെ ഇംഗ്ലീഷ് സംസാരിക്കേണ്ടതായ സാഹചര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അപ്പം ഞാൻ ഒരു ഇൻ്റർവ്യൂ എനിക്ക് അറേഞ്ച് ചെയ്ത് കിട്ടി. സെപ്റ്റംബർ 24-ാം തീയതി അറേഞ്ച് ചെയ്ത് കിട്ടി. പക്ഷേ എനിക്ക് ഭയങ്കര ടെൻഷനായിപ്പോയി. അത് ഗ്രൂപ്പ് ഡിസ്കഷനാണ്, ഇൻഡിവിജ്വലായിട്ട് ഗ്രൂപ്പിൽ ക്വസ്റ്റ്യൻ ചോദിക്കും എന്നെല്ലാം കേട്ടപ്പോൾ 45 മിനിറ്റ് ഉണ്ട് ഇൻ്റർവ്യൂ എന്നൊക്കെ കേട്ടപ്പോൾ ഭയങ്കര ടെൻഷനായിപ്പോയി. എന്ത് ചെയ്യും? അപ്പം ഞാൻ ഉടമ്പടി ഉപ്പിട്ട് പ്രാർത്ഥിക്കാനും തേൻ നമ്മൾ കഴിക്കാനും ഒക്കെ തുടങ്ങി. ഈ ഇൻ്റർവ്യൂവിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങി. മാതാവിനോട് വിളിച്ചപേക്ഷിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. എനിക്കൊന്നും അറിയത്തില്ല. ഞാൻ ഇത്രയും നാളായിട്ട് 7 വർഷമായിട്ട് എല്ലാ ടച്ചും വിട്ടിരിക്കുവാണ് നേഴ്സിങ്ങിൻ്റെ. അപ്പം എനിക്കിതിന് എന്ത് പറയണം എങ്ങനെയൊന്നും എനിക്കറിയത്തില്ല. മാതാവ് എനിക്ക് ശക്തി തരണം എനിക്കിത് പറയാനായിട്ട്.
അങ്ങനെ ഇൻ്റർവ്യൂ ദിവസം വന്നു. ഞാൻ ഭയങ്കര ടെൻഷനാണ്. പക്ഷേ ഞാൻ എന്ത് ചെയ്തു, ഞാൻ ലാപ്ടോപ്പിലും ഞങ്ങൾ ഇരുന്ന ചെയറിലും എല്ലാം ഉപ്പിട്ട് പ്രാർത്ഥിച്ചു. എന്നിട്ട് ഞാൻ ഇൻ്റർവ്യൂവിന് 1 മണിക്കൂർ മുന്നേ ഞാൻ പഠിച്ചുകൊണ്ടിരുന്നതെല്ലാം ഞാൻ മാറ്റിവെച്ചു. ഞാൻ മുട്ടുമുന്നിൽ നിന്ന് ജപമാല കൈവിരിച്ച് ചൊല്ലി. എൻ്റെ മക്കളും ഹസ്ബൻഡും ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ കൈവിരിച്ച് നിന്ന് പ്രാർത്ഥിച്ച് വിശ്വാസ പ്രമാണവും ചൊല്ലി. അങ്ങനെ 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത്. എനിക്കറിയത്തില്ല ഞാനാണോ അത് അറ്റൻഡ് ചെയ്തതെന്ന് എനിക്ക് തന്നെ സംശയം തോന്നി. കാരണം അവർ ചോദിച്ച എല്ലാ ക്വസ്റ്റിനും എനിക്ക് നല്ല രീതിയിൽ ആൻസർ ചെയ്യാൻ പറ്റി. ഇൻഡിവിജ്വൽ ക്വസ്റ്റ്യൻ ആണെങ്കിലും ഗ്രൂപ്പ് ഡിസ്കഷൻ ആണെങ്കിലും എല്ലാം ഞാൻ നല്ല രീതിയിൽ അറ്റൻഡ് ചെയ്തു. അപ്പോൾ അവർ ഇൻ്റർവ്യൂ കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു വെൽക്കം ടു ഫിൻലാൻഡ് എന്ന് പറഞ്ഞു. ദൈവം, ഞാൻ കരഞ്ഞു പോയി ആ അവരവസ്ഥയിൽ. കാരണം അത്രയേറെ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് ഒരു ജോലിക്ക് വേണ്ടി. പിന്നെ ഇൻ്റർവ്യൂവിൻ്റെ പക്ഷേ റിസൾട്ട് വരാനായിട്ട് 2 മാസം എടുക്കുമെന്ന് അവർ പറഞ്ഞു. ഞങ്ങൾക്ക് ജനുവരിയിലായിട്ടാണ് ഇതിൻ്റെ ഇൻടേക്ക് വരുന്നത്. അപ്പോൾ 2 മാസം ഇൻ്റർവ്യൂവിൻ്റെ റിസൾട്ട് വരാൻ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ജനുവരി ഇൻടേക്ക് ഞങ്ങൾക്ക് പോകാൻ പറ്റാണ്ടായിപ്പോവും. അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ അത്രയും ലേറ്റായി കഴിഞ്ഞാൽ ഇനിയും ഞാൻ താമസിക്കും, പിന്നെ അടുത്ത ഓഗസ്റ്റ് ഇൻടേക്ക് ആവും. അപ്പോൾ അതുവരെയും ലേറ്റ് ആകാണ്ട് ഞങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ഇത് ഞങ്ങൾക്ക് സാധിച്ചു തരണമേ എന്ന് പറഞ്ഞ് ഞങ്ങളിങ്ങനെ ഞാനും ഹസ്ബൻഡും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അപ്പം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പം ഒക്ടോബർ 15 എന്നൊരു ഡേറ്റ് ഇങ്ങനെ ഞങ്ങളുടെ മനസ്സിലോട്ട് വരുന്നുണ്ട്. അപ്പം നമ്മുടെ വീട്ടിൽ അപ്പം ജപമാല പ്രാർത്ഥന സമയത്ത് മാതാവിനെ വീട്ടിൽ കൊണ്ടുവന്ന് വെച്ച് പ്രാർത്ഥിക്കുന്ന സമയമാണ്. അപ്പോൾ എല്ലാ വീട്ടിലും പ്രാർത്ഥിക്കുന്നുണ്ട് മാതാവിനെ കൊണ്ടുവന്ന് വെച്ച്. അപ്പം ഞങ്ങളുടെ വീട്ടിൽ ഒക്ടോബർ 18 എന്നുള്ള ഡേറ്റ് എടുത്തു. അപ്പം ഈ ഒക്ടോബർ 18 എന്നുള്ള ഡേറ്റ് എടുത്തപ്പോൾ ഞാൻ മാതാവിനോട് ഒരു കാര്യം പറഞ്ഞോളൂ, മാതാവ് ഈ ഒക്ടോബർ 18 മാതാവ് ഞങ്ങളുടെ വീട്ടിൽ വരുമ്പോൾ എനിക്ക് മാതാവിനെ ഞാൻ റിസൾട്ട് അറിഞ്ഞ സന്തോഷത്തോടെ എനിക്ക് സ്വീകരിക്കാൻ പറ്റണമെന്ന്. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് എനിക്ക് ഈ ഒക്ടോബർ 15 എന്നുള്ള ഡേറ്റ് വന്നത്. ഞാനിതെൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞപ്പോൾ ഹസ്ബൻഡ് പറയാം എനിക്കും ഈ ഒക്ടോബർ 15 എന്ന് മനസ്സിലോട്ട് വരുന്നുണ്ട്, പക്ഷേ എന്താണെന്ന് അറിയത്തില്ല. അങ്ങനെ ഇരുന്നപ്പം ഈ ഒക്ടോബർ 14 ഞങ്ങളുടെ റിസൾട്ട് അറിഞ്ഞു, എൻ്റെ പേര് ഇതിലുണ്ടെന്ന് അറിഞ്ഞു, പാസ്സായ ലിസ്റ്റിലുണ്ടെന്ന് അറിഞ്ഞു. ഒക്ടോബർ 15 മെയിൽ വന്നു, ഒഫീഷ്യലായിട്ട് മെയിൽ വന്നു, എനിക്ക് അവിടെ ഇൻ്റർവ്യൂ പാസ്സായിട്ടുണ്ട്, ബാക്കി പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്യാമെന്ന്. അങ്ങനെ ഞങ്ങൾ ബാക്കി പ്രോസസ്സിങ് മാതാവിന് അത് ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. കാരണം വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഒരു ഡേറ്റ് നമുക്ക് മനസ്സിലോട്ട് കൊണ്ടുതന്ന മാതാവ്. അങ്ങനെ നമ്മൾ അതിന് ഒത്തിരിയേറെ സന്തോഷവും നന്ദിയും മാതാവിന് ഒത്തിരിയേറെ സമർപ്പിച്ചു. പിന്നെ ഞങ്ങൾക്ക് VFSൻ്റെ പ്രോസസ്സിങ് ആയി. വിസ പ്രോസസ്സിങ്ങിന് ഞങ്ങൾ ചെയ്തപ്പോഴത്തേനും ഞങ്ങൾക്ക് രണ്ടുപേർക്കും നവംബർ 26 എന്നുള്ള ഡേറ്റ് കിട്ടി VFSൻ്റെ അപ്പോയിൻമെൻറ്റ് എടുക്കാനായിട്ട് വിസ പ്രോസസ്സിങ്ങിൻ്റെ. മക്കൾക്ക് ഡേറ്റ് കിട്ടുന്നില്ല. അപ്പോൾ ഞങ്ങൾ ഡൽഹി പോയി വേണം ഇത് ചെയ്യാനായിട്ട്. അപ്പം ചെയ്യാൻ വേണ്ടി പോയപ്പോഴത്തേനും ഞങ്ങൾക്ക് രണ്ടുപേർക്കും 26 കിട്ടി, അപ്പോൾ മക്കൾക്ക് കിട്ടുന്നില്ല. അപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് ഫാമിലിയായിട്ട് പോകാൻ തീരുമാനിച്ചു. ഞങ്ങൾക്ക് മക്കൾക്ക് കിട്ടുന്നില്ലല്ലോ, ഇവരെ തന്നെ നമുക്ക് നിർത്തിയിട്ട് പോകാനും പറ്റത്തില്ല. അപ്പം ഞങ്ങൾ അന്നേരപ്പോഴാണ് അച്ഛൻ്റെ ഡെയിലി ബ്രെഡിൻ്റെ അകത്ത് അച്ഛൻ പറയുന്നത് നിങ്ങളൊരു ഡേറ്റ് ഇട്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കണം എന്ന് പറയുന്നത്. അപ്പം ഞങ്ങൾ എന്ത് ചെയ്തു, നവംബർ 27, 28 ഈ ഒരു ഡേറ്റിനുള്ളിൽ ഞങ്ങളുടെ മക്കൾക്ക് കിട്ടണേ എന്ന് പ്രാർത്ഥിച്ചു. അപ്പം ഞങ്ങൾ എപ്പോൾ നോക്കുമ്പോഴും ഡിസംബർ 9, ഡിസംബർ 10 അങ്ങനെയൊക്കെ ഡേറ്റാണ് കിട്ടുന്നത്. അപ്പം നമ്മൾ നവംബർ 26 തൊട്ട് ഡിസംബർ 9 വരെയൊക്കെ നമ്മൾ ഡൽഹിയിൽ നിൽക്കുക എന്ന് പറയുന്നത് അത് ഭയങ്കര ചിലവുള്ള കാര്യങ്ങളായതുകൊണ്ടും നമുക്കങ്ങനെ നിൽക്കാൻ സാധിക്കാത്തതുകൊണ്ടും ഹസ്ബൻഡിന് ലീവ് എടുക്കാൻ പറ്റാത്തതുകൊണ്ടും നമുക്കത് എത്രയും പെട്ടെന്ന് മാതാവെ ഞങ്ങൾക്ക് നടത്തി തരണേ. ഞങ്ങൾ ഈ നവംബർ 27, 28 എന്നുള്ള ഡേറ്റിനെ സമർപ്പിച്ച് പ്രാർത്ഥിച്ച് ഞങ്ങൾക്ക് ആ ഡേറ്റിൽ ഞങ്ങൾക്ക് പിള്ളേർക്ക് അപ്പോയിൻമെൻറ്റ് കിട്ടാനായിട്ട്. അപ്പോൾ ഞങ്ങൾ 23-ാം തീയതി വരെ നോക്കിയിട്ട് ഞങ്ങൾക്ക് പിള്ളേർക്ക് അപ്പോയിൻമെൻറ്റ് ആ ഡേറ്റ് കിട്ടുന്നില്ല. 23-ാം തീയതി വൈകിട്ട് 24-ാം തീയതി വൈകിട്ട് ഞങ്ങളോട് പറഞ്ഞു നിങ്ങളുടെ നവംബർ 27 ഓപ്പൺ ആക്കിയിട്ടുണ്ട്, നമുക്ക് പിള്ളേർക്ക് അന്നേരം അപ്പോയിൻമെൻറ്റ് എടുക്കാമെന്ന്. അങ്ങനെ മാതാവ് അതും ഞങ്ങൾക്ക് വളരെ ഒരു അനുഗ്രഹമായിട്ട് തന്നു. അങ്ങനെ ഞങ്ങൾ നവംബർ 27-നും 26-നും ഡൽഹി VFSൽ പോയി അപ്പോയിൻമെൻറ്റ് എടുത്തു. അവിടെയും ഒരു ഇൻ്റർവ്യൂ പോലെ ഉണ്ടായിരുന്നു, പക്ഷേ അത് ഞങ്ങൾക്ക് നല്ല രീതിയിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റി. അന്നേരപ്പോഴെല്ലാം ഞങ്ങൾ മാതാവിൻ്റെ ഉടമ്പടി ഉപ്പും മാതാവിനോട് പ്രാർത്ഥിച്ചും കൊന്തച്ചൊല്ലിയും എല്ലാമാണ് പോയിരുന്നത്. അതെല്ലാം ഞങ്ങൾക്ക് വളരെ എങ്ങനെ സാധിച്ചു എന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല, പക്ഷെ അതെല്ലാം വളരെ പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ നടത്തി തന്നു മാതാവെല്ലാം. ഒത്തിരി ലേറ്റ് ആവുകയോ ഒന്നും ചെയ്യാണ്ട് ഞങ്ങൾക്ക് എല്ലാം നടത്തി തന്നു. പിന്നെ ഞങ്ങൾ വിസയ്ക്ക് വേണ്ടിയുള്ള വെയിറ്റിംഗ് ആയിരുന്നു. അപ്പം ഞങ്ങൾ ഇവിടെ വന്നു. എൻ്റെ ഉടമ്പടി അപ്പോൾ ഓൺലൈൻ ഉടമ്പടി എടുത്തത് അതെൻ്റെ ഉടമ്പടി കഴിഞ്ഞു. അപ്പം ഞാൻ ഇവിടെ വന്നു. ഡിസംബർ 4-ാം തീയതി ഞാൻ ഇവിടെ വന്നു, ഉടമ്പടി എടുത്തു. അപ്പോൾ ആദ്യത്തെ നിയോഗമായിട്ട് തന്നെ ഞങ്ങൾ വെച്ചു. രണ്ടാമത്തെ നിയോഗമായിട്ട് ഞാൻ വെച്ചു ഞങ്ങൾക്ക് എല്ലാവർക്കും ഫാമിലിയായിട്ട് പോകണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഞങ്ങളങ്ങനെ പിരിഞ്ഞു നിന്നിട്ടില്ല. മക്കളെ ആയാലും നാട്ടിൽ നിർത്തിയിട്ട് അങ്ങനെ പോകാൻ എനിക്ക് പറ്റത്തില്ല. ഞങ്ങൾക്ക് ഒരുമിച്ച് പോകണമെന്നാണ് മാതാവെ ആഗ്രഹിക്കുന്നത്. ഞങ്ങൾക്ക് ഒരുമിച്ച് പോകാനായിട്ട് വിസ വരണേ, ലേറ്റ് ആകാണ്ട് ഞങ്ങൾക്ക് ഒരുമിച്ച് തന്നെ വിസ വരണേ എന്ന് പ്രാർത്ഥിച്ചു. സമയച്ചുരുക്കത്തിന് മാതാവെ എന്നെ ഞങ്ങളുടെ സാക്ഷിയാക്കി മാറ്റണമെന്ന് ഞാൻ എപ്പോഴും, പ്രത്യക്ഷീകരണ മാതാവെ എന്നെ ഞങ്ങളുടെ സാക്ഷിയാക്കി മാറ്റണമെന്ന് ഞാൻ എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. അപ്പം ഡിസംബർ 8-ാം തീയതി ആയി. അതുവരെ ഞങ്ങളുടെ വിസയുടെ കാര്യത്തിൽ ഒരനക്കവും ഇല്ല. പക്ഷേ ബാക്കി ചിലർക്കൊക്കെ വിസ വന്നും തുടങ്ങി.
അപ്പോൾ ഞങ്ങളുടെ എന്താ ഒന്നും ഒരു അനക്കവും വരുന്നില്ലോ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, ഡിസംബർ 8 രാവിലെ ഞാൻ ഹസ്ബൻഡും പറഞ്ഞു, ഇന്ന് മാതാവിൻ്റെ അമലോത്ഭവ തിരുനാളല്ലേ, നമുക്ക് മാതാവിനോട് പറയാം, നമുക്കിതൊരു ഗിഫ്റ്റായിട്ട് ഞങ്ങൾക്ക് തരണം, ഞങ്ങളുടെ എല്ലാവരുടെയും വിസ അപ്രൂവ് ആയെന്നുള്ള ഒരു ഗിഫ്റ്റായിട്ട് ഞങ്ങൾക്ക് തരണം മാതാവേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ചു. അങ്ങനെ ഞങ്ങൾ വൈകുന്നേരം വരെ എല്ലാം ഫോണിൽ മെയിൽ വരുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്തുകൊണ്ടേയിരുന്നു. പക്ഷെ അന്നേരപ്പോൾ ഒന്നും മെയിൽ വന്നില്ല. പക്ഷെ രാത്രി 11:45 ഞങ്ങളുടെ ഫോണിലോട്ടൊരു മെയിൽ വന്നു. ഡിസംബർ 8 രാത്രി 11:45 തന്നെ ഞങ്ങൾ അന്ന് ഞങ്ങൾ 5:30 അന്ന് പാറൽപ്പള്ളി പെരുന്നാളായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് അന്ന് പാറൽപ്പള്ളി പെരുന്നാളിന് ഞങ്ങൾ പോയപ്പോഴത്തേനും രാത്രി ലേറ്റായിട്ടാണ് വന്നത്. അപ്പോൾ ഞങ്ങൾ ഇത് ഉടമ്പടി എടുത്ത ശേഷം ഒരു ദിവസം പോലും ഞങ്ങൾ ജപമാല മുടക്കിയിട്ടില്ല. അപ്പോൾ 11:30 വീട്ടിൽ വന്ന് കയറിയപ്പം ഞങ്ങൾ 11:30 ആയപ്പം ജപമാല ഞങ്ങൾ ചെല്ലിയില്ലോ എന്ന് പറഞ്ഞ് ഞങ്ങൾ 11:30 ആയപ്പോൾ ഞങ്ങൾ ജപമാല ചെല്ലാൻ വേണ്ടിയിരുന്നു. അപ്പോഴത്തേനും 11:45 എൻ്റെ ഫോണിലോട്ട് മെയിൽ വന്നു, വിസ അപ്രൂവ് ആകുന്നതിൻ്റെ പ്രോസസ്സിങ് തുടങ്ങുകയെന്നും പറഞ്ഞു. അപ്പോഴത്തേനും ഞങ്ങൾ ജപമാല വളരെ തീക്ഷ്ണമായിട്ട് ചൊല്ലി പ്രാർത്ഥിച്ചു. അമ്മേ മാതാവേ, ഞങ്ങൾക്ക് എല്ലാവർക്കും എനിക്ക് മാത്രമേ അപ്രൂവ് ആകാനുള്ള അപ്ഡേറ്റ് ആകുന്നുള്ളൂ. അപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും അപ്ഡേറ്റ് ആയി തരണേ, അപ്രൂവൽ ആക്കി തരണേ എന്ന് ഞങ്ങൾ മാതാവിനോട് പ്രാർത്ഥിച്ചു. അപ്പം പിന്നെ ഞങ്ങൾ ജപമാല ചൊല്ലി അത് കഴിഞ്ഞപ്പോൾ 12 മണിയായപ്പോൾ കറക്റ്റ് 12 മണി ആറായപ്പോഴത്തേനും ഞങ്ങളുടെ ഫോണിലോട്ട്, എൻ്റെയും ഫോണിലോട്ട് ഹസ്ബൻഡിൻ്റെ ഫോണിലോട്ട് മെയിൽ വന്നു, വിസ അപ്രൂവായി, നിങ്ങൾക്ക് പോകാം, ഇനി ജനുവരി 7 തൊട്ട് മാർച്ച് വരെ നിങ്ങൾക്ക് എപ്പോൾ വേണേലും ഫിൻലാൻഡിലോട്ട് വരാം എന്നുള്ള രീതിയിൽ വിസ അപ്രൂവായി കിട്ടി. അതൊരു വളരെ 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 ഒരു വലിയൊരു അനുഗ്രഹമാണ് ഞങ്ങൾക്ക് മാതാവിൽ നിന്ന് കിട്ടിയത്. സമയച്ചുരുക്കത്തിന് മാതാവ് ഞങ്ങളുടെ കാര്യത്തിൽ, അതായത് ഓഗസ്റ്റിൽ ഞാൻ ഉടമ്പടി എടുത്തേ ഉള്ളൂ, ഈ ഡിസംബർ 8 ആയപ്പോഴേ മാതാവ് ഞങ്ങൾക്ക് അതിൻ്റെ വിസ അനുവദിച്ചു തന്നു. അത് വലിയൊരു അനുഗ്രഹമായിട്ടാണ് ഞാൻ കാണുന്നത് ഞങ്ങളുടെ ജീവിതത്തിൽ. അതുപോലെ മാതാവ് ഞങ്ങളുടെ ജീവിതത്തിൽ ഇടപെടാൻ തുടങ്ങിയതിൽ ഒത്തിരിയേറെ അനുഗ്രഹങ്ങളുണ്ട്. കുടുംബ പ്രാർത്ഥന വളരെ സജീവമായിട്ട് ഞങ്ങൾക്ക് ചെല്ലാൻ സാധിച്ചു. പള്ളിയിലാണേലും കുർബാനയിലാണേലും എല്ലാം ഞങ്ങൾക്ക് കുർബാന കൂടുന്നുണ്ടായിരുന്നെങ്കിലും നമുക്ക് അത് അത്രയേറെ വിശുദ്ധിയോടെ നമുക്ക് ഈ ഉടമ്പടി എടുത്ത ശേഷം കൂടാൻ സാധിച്ചു. പിന്നെ ഞങ്ങൾ എന്നും ഡെയിലി ബ്രെഡ് കൂടുമായിരുന്നു. അപ്പോൾ ഡെയിലി ബ്രെഡിൽ ഞാൻ അതിൽ എന്നും കമൻ്റ് ഇടുമായിരുന്നു, അമ്മേ മാതാവേ അങ്ങയുടെ പ്രതിഷ്കരണത്തിന് സാക്ഷിയാക്കി എനിക്ക് മാറ്റണമേ എന്ന്. അങ്ങനെ എന്നും അത് കൂടുമായിരുന്നു. ഉടമ്പടി ധ്യാനവും ഒരിക്കൽ പോലും ഞാൻ മുടക്കിയിട്ടില്ല, എന്നും അത് കൂടുമായിരുന്നു. പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ചെയ്തത് ഞങ്ങൾ എല്ലാ ദിവസവും ബൈബിൾ വായിക്കും, മുടങ്ങാതെ എല്ലാ ദിവസവും ബൈബിൾ 1 മണിക്കൂർ വായിക്കാൻ തുടങ്ങി. മക്കളെയും കൂടെ കൂട്ടി ഒരുമിച്ച് നല്ല രീതിയിൽ സന്ധ്യാപ്രാർത്ഥന ചെല്ലാൻ തുടങ്ങി. കുർബാനയിൽ മുടക്കം വരാത്ത തുടങ്ങി. എന്നും ജപമാല എന്നും ചെല്ലാൻ തുടങ്ങിയത്. ജപമാല കൈപിടിച്ച് ചെല്ലുമ്പോൾ നമുക്കൊരു വളരെ വലിയൊരു ശക്തിയാണ് നമ്മുടെ കൂടെ കിട്ടുന്നത്. പിന്നെ മറ്റുള്ളവരെ നമ്മളെക്കൊണ്ട് കഴിയുന്ന രീതിയിലെല്ലാം സഹായിക്കാൻ പറ്റി. ഉടമ്പടി കൃപാസന പത്രമാണെങ്കിലും ഞാൻ ഒമാനിലോട്ട് ഇവിടുന്ന് വരുത്തി, നാട്ടിൽ നിന്ന് വരുന്നവരിൽ നിന്ന് വരുത്തി അവിടെ ഞങ്ങൾ വിതരണം ചെയ്യുകയും പ്രാർത്ഥിക്കുകയും എല്ലാം ചെയ്തു. കാരുണ്യപ്രവർത്തികളായിട്ട് മറ്റുള്ളവരെ ഒത്തിരിയേറെ ഞങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിലെല്ലാം ഞങ്ങൾ സഹായിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഞങ്ങൾക്ക് കിട്ടിയ ഈ അനുഗ്രഹത്തിന്, വലിയ ഒരു അനുഗ്രഹത്തിന്, അമ്മ തന്ന ഈ വലിയ അനുഗ്രഹത്തിന് അമ്മ മാതാവിനും തിരുക്കുമാരനും കോടാനുകോടി നന്ദി പറയുന്നു. അതുപോലെ ഞങ്ങൾ ഉടമ്പടി ഉപ്പിട്ട് പ്രാർത്ഥിക്കുമ്പം നമുക്ക് ഇതുവരെ സത്യം പറഞ്ഞാൽ ഉടമ്പടി എടുത്ത ശേഷം നമുക്കങ്ങനെ ഒരു അസുഖങ്ങളാൽ നമ്മൾ ബുദ്ധിമുട്ടേണ്ടി വന്നിട്ടില്ല. ഞങ്ങൾ കുഞ്ഞുമക്കളാണേലും അല്ലെങ്കിൽ എല്ലാ ദിവസവും അവർക്ക് പനിയും ജലദോഷവുമാണ്. പക്ഷേ ഈ ഉപ്പിട്ട് നമ്മൾ അവർക്ക് വെള്ളം കൊടുക്കാനും തേൻ കൊടുക്കാനും വിശ്വാസ പ്രമാണം ചൊല്ലി തേൻ കൊടുക്കാനും ഒക്കെ തുടങ്ങിയ ശേഷം അവർക്ക് അങ്ങനെ അസുഖങ്ങൾ വരുന്നേയില്ല. ചെറിയൊരു ജലദോഷം വരും, പക്ഷെ നമ്മൾ അപ്പോഴേ തന്നെ തേൻ കൊടുക്കും. അവരുടെ എല്ലാ അസുഖങ്ങളും അതോടെ തന്നെ ഞങ്ങളങ്ങനെ ഹോസ്പിറ്റലിൽ പോകേണ്ടതായ സാഹചര്യം പോലും ഇല്ലാണ്ടായി ഈ ഉപ്പിട്ട് പ്രാർത്ഥിച്ചതിൻ്റെയും തേൻ കൊടുക്കാൻ തുടങ്ങിയതിൻ്റെയും ഫലമായിട്ട്. ഇത്രയേറെ അനുഗ്രഹം തന്ന് ഞങ്ങളുടെ കുടുംബത്തെ അനുഗ്രഹിച്ചതിന് ഇനിയും ഞങ്ങൾക്ക് ഒത്തിരിയേറെ അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് തരുമെന്നുള്ള പ്രതീക്ഷയിൽ ഇവിടെ വന്ന് ഇനിയും ഞങ്ങൾ സാക്ഷ്യം പറയാനായിട്ട് ഞങ്ങൾക്ക് സാധിക്കുമെന്നുള്ള പ്രതീക്ഷയിൽ അമ്മ മാതാവിനും തിരുക്കുമാരനും കോടാനുകോടി നന്ദി പറയുന്നു. ആദ്യം തന്നെ ഈ അൾത്താറിൽ നിൽക്കാൻ പറ്റിയതിന് ഈശോയ്ക്കും മാതാവിനും 1000 നന്ദി. എൻ്റെ പേര് നീതു. ഞാനിപ്പോൾ അയർലൻഡിൽ ഹെൽത്ത് കെയർ മേഖലയിലാണ് വർക്ക് ചെയ്യുന്നത്. ഞാൻ ആദ്യമായി ഉടമ്പടി എടുക്കുന്നത് ഡിസംബർ മാസം 2022 ആ സമയത്ത് ഞാൻ OET എഴുതുകയും OET പാസ്സാവുകയും ചെയ്തു. അതിനുശേഷം ഞാൻ ന്യൂസിലാൻഡ് പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്തെങ്കിലും അവിടുത്തെ വേക്കൻസീസ് കുറവായതുകൊണ്ട് എനിക്കതിടയ്ക്ക് ഡ്രോപ്പ് ചെയ്യേണ്ടി വന്നു. പിന്നീട് ഏകദേശം 1.5 വർഷത്തിന് ശേഷം ഞാൻ അയർലൻഡ് പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്തു. ആ സമയത്ത് എൻ്റെ OET എക്സ്പയർ ആയതുകൊണ്ട് എനിക്ക് രണ്ടാമത് പിന്നെ എഴുതേണ്ടതായിട്ട് വന്നു. അപ്പോൾ ഇത്രയും നാൾ കഴിഞ്ഞെഴുതുന്നത് കൊണ്ട് തന്നെ എനിക്ക് OET എക്സാമിനെ കുറിച്ച് വളരെയധികം ടെൻഷൻ ഉണ്ടായിരുന്നു, എങ്ങനെയാവും പാസ്സാവുമോ എന്നൊക്കെ ഓർത്തിട്ട്. ആ സമയത്ത് ഞാൻ രണ്ടാമത്തെ ഉടമ്പടി പുതുക്കി ഇവിടെ വന്ന ഡിസംബർ 1 2025
ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിച്ച് ഞാൻ എക്സാം അറ്റൻഡ് ചെയ്തു. കാശ് രൂപം ഉപയോഗിക്കുകയും ഉടമ്പടി വസ്തുക്കളായ ഉപ്പും തൈലം ഉപയോഗിച്ച് കുരിശ് വരച്ചും ഉപ്പ് കഴിച്ചൊക്കെ ഞാൻ എക്സാം എഴുതാൻ പോയി. ആ സമയത്ത് എക്സാം എഴുതുന്ന സമയത്ത് വിശ്വാസ പ്രമാണം ചൊല്ലിക്കൊണ്ടിരുന്നു, പേപ്പർ സബ്മിറ്റ് ചെയ്യുന്നതിന് മുമ്പും ശേഷവും. അങ്ങനെ ഞാൻ എക്സാം എഴുതി. ആ സമയത്ത് എനിക്ക് റീഡിങ്ങും റൈറ്റിങ്ങും കുറച്ച് പാടായിരുന്നു. എക്സാം കിട്ടുമെന്ന് സത്യം പറഞ്ഞാൽ എനിക്ക് പ്രതീക്ഷയില്ലായിരുന്നു, ഞാനങ്ങനെ പ്രതീക്ഷിച്ചതില്ല. ഡിസംബർ 4-ാം തീയതി എൻ്റെ റിസൾട്ട് വന്നു. എനിക്ക് എല്ലാ വിഷയത്തിനും B ഗ്രേഡ് നൽകി മാതാവ് എന്നെ അനുഗ്രഹിച്ചു. അതാണ് എൻ്റെ ഒന്നാമത്തെ സാക്ഷ്യം. രണ്ടാമത്തെ സാക്ഷ്യം, ഞാൻ അയർലൻഡിൽ നമുക്ക് നിൽക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു റെസിഡൻസ് പെർമിറ്റ് കാർഡ് വേണം. അതിന് IRP എന്നാണ് പറയുന്നത്. ആ കാർഡ് ഞാൻ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഞാൻ ചെയ്തതിൽ മിസ്റ്റേക്ക് ഉണ്ടായി. ഇമെയിൽ ID രണ്ട് ഇമെയിൽ ID ഉപയോഗിക്കുന്നത് മൂലം. ഇപ്പം നമ്മൾ ചെന്ന് കഴിഞ്ഞിട്ട് സാധാരണ നമ്മളിവിടെ ചെന്ന് കഴിഞ്ഞിട്ട് നമുക്ക് ഒരു 3 മാസത്തിനുള്ളിൽ അത് കിട്ടണമെന്നുള്ളതാണ്, അല്ലെങ്കിൽ അപ്ലൈ ചെയ്യണമെന്നുള്ളതാണ്. അപ്പം ഞാൻ ചെയ്തത് മൂലമുള്ള പ്രശ്നങ്ങൾ കാരണം എനിക്ക് അവിടുന്ന് ഒരു റിപ്ലൈ കിട്ടാതെയും അപ്പോയിൻമെൻറ്റ് ഡേറ്റ് എടുക്കാൻ പറ്റാതെയും ചെയ്തു. അപ്പോൾ ഞാൻ ദിവസം അവരുടെ സൈറ്റിൽ കയറി മെയിൽ അയക്കുന്നുണ്ടായിരുന്നു. എന്താണ് റീസൺ എന്നറിഞ്ഞാലും നമുക്കത് ചെയ്യാൻ പറ്റത്തുള്ളായിരുന്നു. പക്ഷേ എനിക്ക് അതിന് റിപ്ലൈ തരുന്നില്ലായിരുന്നു. എന്നും പ്രാർത്ഥിക്കുമ്പോഴത്തേക്കും ഇതിനെപ്പറ്റി ഇത് ശരിയാവണേ എന്നുള്ള രീതിയിൽ പ്രാർത്ഥിക്കുമായിരുന്നു. അവസാനം ഒരു ദിവസം ഞാൻ ഒരു ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചു. മെയ് 21 മുമ്പായിട്ട് മാതാവേ എനിക്കത് ശരിയാക്കി തരണേ എന്ന്. അങ്ങനെ ഞാൻ പ്രാർത്ഥിക്കുകയും ആ ഒരു ഡേറ്റിന് തൊട്ട് 30 ദിവസം എനിക്ക് അവിടുന്ന് മെയിൽ വരികയാണ്, നിൻ്റെ ഇമെയിൽ ID നീ 2 എണ്ണം ട്രൈ ചെയ്തത് കൊണ്ടിട്ടാണ് നിനക്കിങ്ങനെ ഉണ്ടായത്, അത് ചേഞ്ച് ചെയ്യുവാണെങ്കിൽ നിനക്കത് സോർട്ട് ഔട്ട് ചെയ്യാമെന്ന് പറഞ്ഞ്. അങ്ങനെ ഞാൻ വേറൊരു ഇമെയിൽ ID ക്രിയേറ്റ് ചെയ്ത് വേറൊരു ഫോൺ നമ്പർ അറ്റാച്ച് ചെയ്ത് അത് ചെയ്തു. അന്ന് തന്നെ എനിക്ക് പുതിയൊരു അപ്പോയിൻമെൻറ്റ് ഡേറ്റ് കിട്ടി. അങ്ങനെ എനിക്ക് ജൂൺ 9-ന് IRP അപ്പോയിൻമെൻറ്റ് ഡേറ്റ് കിട്ടി. എനിക്കത് ശരിയാവുകയും ചെയ്തു. ഇതുപോലെ തന്നെ ഓരോ വർഷം നമ്മളിത് റിന്യൂ ചെയ്യും. റിന്യൂ ചെയ്യുന്ന സമയത്തും എനിക്ക് ആ അക്കൗണ്ട് ഓപ്പൺ ആക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ആ സമയത്ത് ഞാൻ അന്ന് ഡേറ്റ് ഇട്ട് ഒരിക്കൽ പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ ഞാനെന്ന് പറഞ്ഞു, മാതാവേ എനിക്ക് സെപ്റ്റംബർ 10 അത്. അപ്പോൾ എനിക്ക് വൈകുന്നേരത്തിനുള്ളിൽ എനിക്ക് അതിനൊരു തീരുമാനമാക്കി തരണേ എന്ന് പ്രാർത്ഥിച്ചു. അന്ന് യാദൃശ്ചികമായിട്ട് എൻ്റെ ഒരു ഫ്രണ്ട് വിളിക്കുക, അവളോട് ഞാൻ ഇതിനെപ്പറ്റി സംസാരിക്കുകയും ചെയ്തു. അപ്പോൾ അവൾ എനിക്ക് അതെങ്ങനെയാണ് സോർട്ട് ഔട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞു തന്നു. അങ്ങനെ എനിക്ക് അന്ന് തന്നെ അത് സോൾവ് ആക്കാൻ പറ്റി. ഇതാണ് എൻ്റെ രണ്ടാമത്തെ സാക്ഷ്യം. ഉടമ്പടി എടുത്തതിന് ശേഷം ആത്മീയമായിട്ട് ഒത്തിരി മാറ്റങ്ങളുണ്ടായി. കൂടുതലും ജോലി ചെയ്യുന്ന സമയത്താണെങ്കിലും ഒത്തിരി നമുക്ക് സ്ട്രെസ്സ് വരുന്ന അവസരങ്ങളൊക്കെ ഉണ്ട്. ആ സമയത്താണെങ്കിലും നമുക്ക് മറ്റുള്ളവരോട് ക്ഷമിച്ച് അവരുടെ കൂടെ നിന്ന് നമുക്ക് ജോലി ചെയ്യാനൊക്കെ ആയിട്ട് സാധിക്കുന്നുണ്ട്. പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ചെയ്യുന്നത് വാട്സപ്പ് വഴി നമ്മൾ ഫ്രണ്ട്സിന് ഈ ഉടമ്പടി സാക്ഷ്യവും ധ്യാനവും ഒക്കെ അയച്ചു കൊടുക്കാറുണ്ട്. ദിവസവും ബൈബിൾ 1/2 മണിക്കൂർ വായിക്കാറുണ്ട്. കുടുംബ പ്രാർത്ഥന ചെല്ലാറുണ്ട്. പ്രാർത്ഥിക്കാനായിട്ട് സമയം കണ്ടെത്താറുണ്ട്. കാരുണ്യ പ്രവൃത്തിയായിട്ട് ചെയ്യുന്നത് നമുക്ക് ഓരോരുത്തർക്കും അസൈൻ ചെയ്തിട്ടുള്ള ഡ്യൂട്ടി ഉണ്ട്. അപ്പോൾ എൻ്റെ ഡ്യൂട്ടി കഴിയുമ്പോഴത്തേക്കും ഞാൻ എൻ്റെ ബ്രേക്ക് കട്ട് ചെയ്തിട്ടാണെങ്കിലും ഞാൻ മറ്റുള്ളവരെ സഹായിക്കാനായിട്ട് ശ്രമിക്കാറുണ്ട്. അവരുടെ ജോലി കൂടി അവരെ ഹെൽപ്പ് ചെയ്ത് സഹായിക്കാൻ ശ്രമിക്കാറുണ്ട്. പിന്നെ സാലറിയുടെ ഒരു ദശാംശമായിട്ട് വയ്ക്കാൻ കണ്ടെത്താറുണ്ട്. ഇത്രയൊക്കെയാണ് ഞാൻ ഉടമ്പടി വഴിയായി ചെയ്യുന്നത്. മറ്റുള്ളവരോട് എനിക്ക് പറയാനായിട്ടുള്ളത്, ഇപ്പം നമ്മൾ ഉടമ്പടി എടുത്ത് മാതാവിനോട് അപേക്ഷിച്ചാൽ നമ്മളത് കൃത്യമായിട്ട് അത് ചെയ്യുവാണെങ്കിൽ നമുക്കത് മാതാവ് സാധിച്ചു തരുമെന്നുള്ളതാണ് എനിക്ക് മനസ്സിലായത്. അതാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. ഞാനിവിടെ എനിക്ക് കിട്ടിയ ഈ അനുഗ്രഹങ്ങൾ സാക്ഷ്യപ്പെടുത്തിക്കൊള്ളുന്നു. ആദ്യമായിട്ട് ഞാൻ ചെയ്യാറുള്ളത് ബൈബിൾ വായിക്കാറുണ്ട്. ദിവസവും 1/2 മണിക്കൂർ എന്നെക്കൊണ്ട് പറ്റുന്ന സഹായങ്ങൾ ഞാൻ മറ്റുള്ളവർ ചെയ്തു കൊടുക്കാറുണ്ട്. എന്നോട് ചോദിക്കുന്നവർക്ക്, അല്ലെങ്കിൽ ഇപ്പം നമ്മൾ സോഷ്യൽ മീഡിയയിൽ കൂടിയൊക്കെ കാണാറുണ്ട് സാമ്പത്തികമായി ബുദ്ധിമുട്ട് ഏർപ്പെടുന്നവർക്ക്. അപ്പം അങ്ങനെ അതിൻ്റെ ജെനുവിനിറ്റി നോക്കിയിട്ട് ഞാൻ എന്നെക്കൊണ്ട് പറ്റാവുന്ന രീതിയിൽ അവരെ സഹായിക്കാറുണ്ട്. ഇത്രയൊക്കെയാണ് എനിക്ക് കിട്ടിയ സാക്ഷ്യങ്ങൾ. അത് ഞാനിവിടെ സാക്ഷ്യപ്പെടുത്തിക്കൊള്ളുന്നു. ഒരിക്കൽ കൂടി ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി.